ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ SIT അറസ്റ്റ് ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ അർദ്ധരാത്രിയോടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പോറ്റിയെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടുകൂടി റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം ഏകദേശം 11:30 അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഔദ്യോഗികമായി. അതിനുശേഷം പുലർച്ചെ 4 മണിയോടുകൂടിയാണ് തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിലെത്തി വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയത്. വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതികരണം ആരാഞ്ഞിരുന്നു. തന്നെ കുടുക്കിയതാണോ ഏതെങ്കിലും തരത്തിൽ എന്നുള്ളതടക്കമുള്ള ചോദ്യം മാധ്യമപ്രവർത്തകർ നടത്തിയിരുന്നു. പക്ഷെ ഒരു തരത്തിലുള്ള ചോദ്യങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകാതെ വാഹനത്തിലേക്ക് കയറിപ്പോകുന്ന ഒരു സാഹചര്യം. മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം തിരിച്ച് ഞാൻ നിൽക്കുന്ന ഈ ക്രൈംബ്രാഞ്ച് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് എത്തിക്കുകയായിരുന്നു. രാവിലെ 7 മണിയോടുകൂടി പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഉച്ചയ്ക്ക് മുമ്പ് അതായത് 12 മണിയോടുകൂടി റാന്നിയിലെ കോടതിയിലേക്ക് ഹാജരാക്കുമെന്നുള്ള വിവരവും അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എന്തായാലും നിർണായകമായിട്ടുള്ള മൊഴിയാണ് അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചത്, അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിൽ കിട്ടിയ വിവരം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ജയറാമിന്റെ വീട്ടിലേക്ക് ഈ സ്വർണ്ണക്കട്ടള എത്തിച്ച കാര്യം അടക്കം കൃത്യമായിട്ടുള്ള വിവരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥർക്കടക്കം വീഴ്ച സംഭവിച്ചെന്നടക്കം ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥർ കഴിഞ്ഞിട്ട് എന്തായാലും SP ശശിധരൻ അടക്കം പുലർച്ചയോടുകൂടി ഇവിടെ എത്തി. അതിനുശേഷം അദ്ദേഹം അല്പസമയം മുമ്പാണ് ഇവിടെ നിന്ന് മടങ്ങിയിട്ടുള്ളത്. ഇന്നലെ പുലർച്ചയോടുകൂടിയാണ് തിരുവനന്തപുരം കല്ലറയിലെ വീട്ടിൽ നിന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുക്കുന്നത്. 10 മണിക്കൂറത്തെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും തുടർന്ന് പുലർച്ചയോടുകൂടി ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്തുകയും ചെയ്തത്. എന്തായാലും ഉടൻ തന്നെ അദ്ദേഹത്തെ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകും എന്നുള്ള വിവരമാണ് നമുക്ക് ഏറ്റവും അവസാനമായി ഇവിടെ നിന്ന് നൽകാൻ വേണ്ടി കഴിയുന്നത്.